ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഞാനിതാ ഇന്ന് എത്തിയത് നല്ലൊരു ചെറിയൊരു കുഞ്ഞു മാല ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അത് വെറും മാലയല്ല കേട്ടോ, നമ്മൾ ഹെൽത്തിക്കെല്ലാം ഇടാൻ പറ്റുന്ന നല്ല യെല്ലോ കളറിൽ മാലയില്ല അതാണ് കേട്ടോ. അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഫോം ഫ്ലവറാണ് എടുത്തത്. ഫോം ഫ്ലവറും അതുപോലെ പോംപോംസിലെ ഉണ്ട സാധനമില്ലേ അതും കൂടെ ആണ് കേട്ടോ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മളിത് റെഡിമെയ്ഡ് ഫോം ഫ്ലവർ വാങ്ങിയിട്ട് അതിൻ്റെ ലീഫും പിന്നെ നെറ്റും എല്ലാം കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഓരോന്നാക്കിയിട്ട് വെക്കണം കേട്ടോ. അതിൻ്റെ കമ്പിയും പിന്നെ മാറ്റണം. അപ്പം ഞാനിതാ ഒരു സൂചി നൂലെടുത്തിട്ടുണ്ട്. ആ സൂചി നൂലിലേക്ക് ഞാൻ 3 എണ്ണമായിട്ട് ഇതുപോലെ കോർത്തെടുക്കുന്നുണ്ട്. കോർത്തെടുത്തതിന് ശേഷം നമുക്കതൊന്ന് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. അങ്ങനെ ഞാൻ 5 എണ്ണം ഞാൻ ഇതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ഞങ്ങളുടെ മോളെ കല്യാണത്തിന് ഹെൽത്തിക്കിടാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കിയ ഒരു മാലയാണിത്. അപ്പോൾ ഇത് വെച്ചിട്ടെല്ലാം നമുക്ക് ഇതുപോലെ ഹെൽത്തിക്കിടാൻ പറ്റിയ മാല ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ ഞാനിത് എല്ലാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ 5 എന്നിട്ട് 3 എണ്ണം വെച്ചിട്ട് ഇങ്ങനെ കോർത്തെടുത്തത്. പിന്നെ അതുപോലെ തന്നെ യെല്ലോ ബീഡ്സും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഞാനിത് 3 എണ്ണം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ വലിച്ചൊന്ന് ടൈറ്റാക്കിയിട്ട് കെട്ടിട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ 5 എണ്ണം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഓരോന്ന് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. ഇതെല്ലാം ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്നല്ല, മറ്റേ നമ്മൾ അതും ഇതും ഇട്ടിട്ട് ഒരു കാര്യമില്ല, നമുക്ക് മാത്രം കാണാൻ പറ്റുന്ന വീഡിയോ ആണ് ഞാൻ ഇത്ര നാൾ ഇട്ടത്. എന്താ ഫാമിലി ബ്ലോഗായാലും അത് അന്നേരം വലിയൊരു ഇതേ ഉള്ളൂ. ഇതിങ്ങനെയെല്ലാം ആകുമ്പോൾ ആരെങ്കിലും കാണുമ്പോൾ അവർക്കും കൂടെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. കണ്ടില്ലേ, ഞാനിതാ ഇതേ രീതിയിലാണ് കേട്ടോ 3 എണ്ണം വെച്ചിട്ട് 5 എണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഒരു സൂചി നൂലിൽ ഒന്ന് കോർത്തെടുക്കണം. അതിനായിട്ട് ഞാനിതാ സൂചി നൂല് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട പോംപോംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ യെല്ലോ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ പിന്നെ വൈറ്റും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ യെല്ലോ ബീഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കലെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിതാ സൂചി നൂലിൽ ആദ്യം തന്നെ ലാസ്റ്റ് ഭാഗത്തൊരു ഇങ്ങനെ ഒരു വട്ടക്കണ്ണി ഉണ്ടല്ലോ, അത് ഞാനിതാ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാലയിൽ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന വട്ടക്കണ്ണിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിതാ ഇതിലേക്ക് കോർത്തിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് എത്രയാണോ നീളം ആവശ്യമുള്ളത് ആ നൂല് എടുക്കുക. നൂലെടുത്തതിന് ശേഷം 2 സൈഡിലായിട്ട് നമുക്ക് എത്രയാണ് കോർക്കുന്നത് വെച്ചാൽ അത് നമ്മളെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടായിരിക്കും. നമുക്ക് എത്ര ലെങ്ത്ത് വേണമെന്നനുസരിച്ചിട്ട് പിന്നെ നമുക്ക് യെല്ലോ ബീഡ്സ് അതിലേക്ക് കോർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്ത് ഞാൻ ശരിക്കും എനിക്ക് ഓർമ്മയില്ല, എന്നാലും നിങ്ങളൊരു 25 വെച്ചിട്ടാണെങ്കിൽ ഒരു സൈഡിൽ 25 കോർത്തതിന് ശേഷം നമുക്ക് പിന്നെ ആ പോംപോംസില്ലേ അത് കോർക്കേണ്ടതുണ്ട്. അങ്ങനെ ഞാനിതാ യെല്ലോ ബീഡ്സ് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിനനുസരിച്ച് ഞാനിവിടെ കോർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് നമുക്ക് കുറച്ച് ഗമ്മ് ഇട്ടിട്ട് നൂല് ഒട്ടിക്കാം. അപ്പോൾ അതിന് ശേഷം ഞാനിതാ എടുക്കുന്നത് വെച്ചാൽ പോംപോംസിലെ അതാണ് കേട്ടോ എടുക്കുന്നത്. അത് ഞാൻ ആദ്യം യെല്ലോ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഫ്ലവർ ഉണ്ടല്ലോ, ഫോം ഫ്ലവർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത് അത് കോർത്ത് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം വീണ്ടും ഒരു യെല്ലോ പോംപോംസ് ഇട്ട് കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് വൈറ്റും ചെയ്യാം കേട്ടോ. വൈറ്റ് ഇട്ടതിന് ശേഷം അതുപോലെ ഫോം ഫ്ലവർ ഇട്ട് കൊടുത്ത് എന്നിട്ട് വീണ്ടും വൈറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം യെല്ലോ, പിന്നെ യെല്ലോ അങ്ങനെ 5 രീതിയിലായിട്ട് നമുക്ക് 5 രീതിയിലല്ല 5 നമുക്ക് ഇതുപോലെ കോർത്ത് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം യെല്ലോ എടുക്കുക, എന്നിട്ട് പിന്നെ അപ്പുറം യെല്ലോ കൊടുക്കുക, പിന്നെ അതിന് ശേഷം വൈറ്റ്, പിന്നെ അതിന് ശേഷം യെല്ലോ, അങ്ങനെ അന്നേരം സെൻറ്ററിൽ നമുക്ക് യെല്ലോ കിട്ടും. അങ്ങനെ 5 നമുക്ക് പൂർത്തിയായി കിട്ടുന്നതാണ്. അങ്ങനെ ഞാനിതാ ഇതിങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏത് രീതിയിലാണ് ഇടേണ്ടത്. പിന്നെ വൈറ്റ് എടുക്കുന്നില്ലെങ്കിൽ ഫുള്ളായിട്ട് യെല്ലോ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ഇതാ ഈ രീതിയിൽ നമുക്ക് ഇനി അടുത്തത് യെല്ലോ വരണം കേട്ടോ. അങ്ങനെ രീതിയിൽ നമുക്ക് 5 എണ്ണമായിട്ട് ഞാനിത് നല്ല രീതിയിൽ തന്നെ കോർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനിത് മൊത്തത്തിലായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഫ്ലവറെല്ലാം ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബ്രേസ്ലെറ്റും കൈക്കുള്ളതും ആക്കാം, അതുപോലെ തന്നെ ഹെയർബോ ആക്കാം, കമ്മലാക്കാം. പക്ഷേ എങ്കിൽ ബ്രേസ്ലെറ്റ് ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഇതാ സെറ്റ് ചെയ്ത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് നമ്മൾ എത്ര ബീഡ്സ് ആണോ ഇട്ടത് അതേ എണ്ണത്തിൽ തന്നെ നമുക്ക് ലാസ്റ്റും നമുക്ക് കോർത്ത് കൊടുക്കാം.
അങ്ങനെ ഞാനിതാ എല്ലാ ബീഡ്സും കോർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം മാല എത്ര വേണ്ടെന്ന് വെച്ചാൽ ആ ലെങ്ത്ത് എടുക്കണം കേട്ടോ. ആ ലെങ്ത്ത് എടുത്തതിന് ശേഷം നമുക്ക് മനസ്സിലാവുമല്ലോ ഇത്ര ബീഡ്സ് നമുക്ക് അപ്പുറം ഇപ്പുറം കൊടുക്കണം, സെൻറ്ററിൽ ഇന്നത് വരണം എന്നുള്ളത് അവ ആദ്യം നോക്കണം. പിന്നെ ഒരു ഭാഗത്ത് ബീഡ്സ് കുറവ്, ഒരു ഭാഗത്ത് ബീഡ്സ് കൂടുതൽ, അങ്ങനെ ആക്കാൻ പാടില്ല കേട്ടോ. ഇത് തൊണ്ടയ്ക്ക് ഇങ്ങനെ കഴുത്തിനിങ്ങനെ ടൈറ്റായിട്ട് കിട്ടുന്ന രൂപത്തിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഇത് ബീഡ്സ് ഇടുന്നത് മനസ്സിലാവും. പക്ഷെ ഞാൻ വീഡിയോ എടുത്തിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ഇത് എഡിറ്റ് ആക്കുന്നത്. അന്നേരം ഞാൻ വോയിസ് കൊടുത്തിട്ടുണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് ബീഡ്സിൻ്റെ എണ്ണം ഓർമ്മയില്ലാത്തത്. അപ്പോൾ ഇത് ഞാനിതാ ഇത്രയും ആക്കി കഴിഞ്ഞിട്ട് ശേഷം ഞാൻ ലാസ്റ്റ് അതിനൊരു പിന്നെ ഫിഷ് ഹൂക്ക് ഉണ്ടല്ലോ, ഫിഷ് ഹൂക്കും കൂടെ ഞാൻ കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ ലൈസിൽ വേണമെങ്കിൽ നമുക്ക് ആക്കാം. ഈ പിന്നെ സാറ്റിൻ റിബൺ ഉണ്ടല്ലോ, റിബൺ വെച്ചിട്ട് നമുക്ക് ആക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇതേ രീതിയിലാക്കിയത് കൊണ്ടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അങ്ങനെ ഞാൻ ഫിഷ് ഹൂക്കും കൂടെ ഞാൻ ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിതാ ഫിഷ് ഹൂക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നൂലില്ലേ, ഈ ത്രെഡിൻ്റെ സൈഡിൽ ഇങ്ങനെ നല്ലോണം ടൈറ്റായിട്ട് ഒട്ടിപ്പിടിച്ചിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗമ്മൊന്ന് ആക്കി കൊടുക്കാം. അങ്ങനെ ഞാൻ ഗമ്മാക്കി കൊടുത്തിട്ടുണ്ട്. ഗമ്മാക്കിയിട്ടില്ലെങ്കിൽ ഈ കെട്ടുണ്ടല്ലോ, നമ്മുടെ കോട്ടൺ ത്രെഡൊന്നും അല്ലല്ലോ, നൈലോൺ ത്രെഡാണിത്. അപ്പോൾ കെട്ടിളകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ഗമ്മ എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഇതാ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി മാലയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലത്തെ നല്ല യൂസ്ഫുള്ളായ വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.